അപ്പോൾ നമുക്ക് ഓണസദ്യ കഴിച്ചാലോ? സദ്യ ആവുമ്പോൾ ഒരുപാട് കറികൾ കാണില്ലേ? പറഞ്ഞു തരട്ടെ. നമ്മൾ സദ്യ വിളമ്പുമ്പോൾ ആദ്യം ഉപ്പേരി, പഴം, അച്ചാറ്, തോരൻ, എരിശ്ശേരി, അവിയൽ, കൂട്ടുകറി, പപ്പടം, അങ്ങനെ എല്ലാ കറികളും വെച്ചാണ് സദ്യ കഴിക്കുന്നത്. കഴിക്കാം. ആദ്യം ചോറിടും. ചോറിൽ അപ്പൂന് ഏതാ ഇഷ്ടം? പരിപ്പ്. പരിപ്പ് ഒഴിച്ചിട്ട് പരിപ്പിൽ നമ്മൾ നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചാണ് സദ്യ കഴിക്കുന്നത്. ഇനി പപ്പടം. കേരളത്തിലുടനീളം സദ്യ വിളമ്പുന്നതിനുമുണ്ട് വ്യത്യാസങ്ങൾ. തിരുവനന്തപുരത്ത് സദ്യ വിളമ്പുന്ന രീതി ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, പച്ചടി, തോരൻ, അവിയൽ, കൂട്ടുകറി എന്നിങ്ങനെ തുടങ്ങി ചോറിട്ട ശേഷം ആദ്യം പരിപ്പ്, നെയ്യ്, പപ്പടം. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ സെറ്റ് ചോറിനുള്ള സമയമാവും. രണ്ടാമത്തെ വട്ടം ചോറിട്ട ശേഷം പിന്നെ വരുന്നത് സാമ്പാറാണ്. ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ മധുരത്തിനുള്ള സമയമായി. അടപ്പായസം, ബോളി, പാൽപ്പായസം, അരിപ്പായസം എന്നിങ്ങനെ നീളുന്നു പായസത്തിൻ്റെ കണക്ക്. മധുരത്തിൻ്റെ കൂട്ടത്തിൽ ബോളിയും പാൽപ്പായസവും. അതാണ് അടുത്ത ഗെയിം. ബോളി തിരുവനന്തപുരത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. തിരുവനന്തപുരത്തെ എല്ലാ ബേക്കറികളിലും സ്ഥിരമായി കിട്ടുന്ന ഒരു വിഭവമാണ് ബോളി. കടലപ്പരിപ്പും മൈദയും പഞ്ചസാരയും ചേർത്താണ് ബോളി ഉണ്ടാക്കുന്നത്. ബോളി പല വീടുകളിലും ഉണ്ടാക്കാറുണ്ട് ഓണക്കാലത്ത്. പായസവും ബോളിയും അടപ്രഥമനും ഒക്കെ കൂട്ടി കഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു മത്തുണ്ട്. സദ്യ കഴിച്ചു കഴിഞ്ഞാലും ഒന്ന് ഉറങ്ങണം. ആ ഉറക്കത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി അടുത്ത സെറ്റ് ചോറിടുന്നു. ചോറിനൊപ്പം രസം, മോര്, പുളിശ്ശേരി എന്നിങ്ങനെ പോകുന്നു അടുത്ത ഒഴിച്ചുകറികൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ ഓണസദ്യ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.